4 പീസ് ബ്രെഡും ഒരു പഴവും ഒരു എഗ്ഗും വെച്ചിട്ട് ഈസി ആയിട്ടൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ. 4 മണിന്നൊന്നും ഇല്ല കേട്ടോ, നമുക്ക് എപ്പോൾ കഴിക്കാൻ തോന്നുന്നു അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണേ. ഇനി നമുക്ക് ബ്രെഡിൻ്റെ സൈഡ് വശങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് മുറിച്ച് മാറ്റാം കേട്ടോ. അതിനുശേഷം നമുക്കിത് ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മുറിച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനി ഞാനിതിലേക്ക് എടുക്കുന്നത് തേങ്ങാ ചിരവി ഇതാട്ടോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇങ്ങനെ ഇടുമ്പോൾ കുറച്ച് ടേസ്റ്റും കൂടെ ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാട്ടോ ഞാനിതിലേക്ക് തേങ്ങാ ചിരവി ഇതിട്ട് കൊടുക്കുന്നത്. എനിക്ക് ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ചേർത്തേട്ടോ, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏലക്കയും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. അതിനുശേഷം നമുക്കിതിലേക്കൊരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് പാലും കൂടി ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് നല്ലോണം ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാവേ. ഞാൻ ഇതുപോലുള്ളൊരു ഫ്രൈ പാനിലാട്ടോ അതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കുഴിവുള്ളൊരു പാനിലാണ് എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആട്ടോ മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. നെയ്യ് മാത്രമായിട്ടാണെങ്കിലും എടുക്കാം, വെളിച്ചെണ്ണ മാത്രമായിട്ട് എടുക്കാം, ഏതാണെങ്കിലും പ്രശ്നമില്ല കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പഴം ഇതുപോലെ ഒന്ന് വട്ടത്തിലൊന്ന് ഒരുപാട് കനമൊന്നും കുറയ്ക്കാത്ത രീതിയിലൊന്ന് നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാവേ. പാനൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാവേ. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫാക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയും ചേർത്ത് പഴവും ചേർത്തിട്ട് ഇതുപോലെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സും കൂടെ ഒഴിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളിനി സ്റ്റവ് ഓൺ ആക്കി കൊടുക്കാവുള്ളൂ. അതും തീർത്ത് ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമുക്കൊന്ന് ആക്കിയെടുക്കാനായിട്ട്. അതേപോലെ ഡ്രൈ ആയിട്ട് വരുന്ന സമയത്തിന് നമുക്ക് വേറൊരു പാനിലേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാവേ. ആകെ ഒരു 10 മിനിറ്റിൻ്റെ സമയമുള്ളൂ ബാറ്റർ തയ്യാറാക്കി എടുക്കാനും കുക്ക് ചെയ്യാനും കൂടെ 10 മിനിറ്റ് ഇത് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.